എല്ലാവർക്കും ക്യൂസ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് KCBC ബൈബിൾ കമ്മീഷൻ നടത്തുന്ന ലോഗോസ് ക്യൂസിലെ ചില പഠനഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ കാണുന്ന 97% ആളുകളും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൂക്ക 9:1 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 62 വാക്യങ്ങൾ. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 12 ശീർഷകങ്ങൾ. ഒന്നാമത്തെ ശീർഷകം ഏത്? ഉത്തരം അപ്പൊസ്തലന്മാരെ അയക്കുന്നു. അവൻ ആരെയാണ് വിളിച്ചത്? ഉത്തരം 12 പേരെയും. അവൻ 12 പേരെയും വിളിച്ച് അവർക്ക് എന്താണ് കൊടുത്തത്? ഉത്തരം സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അവൻ 12 പേരെയും വിളിച്ച് എന്തിനാണ് അയച്ചത്? ഉത്തരം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ആയി അവരെ അയച്ചു. അവരോട് യാത്രയ്ക്ക് എന്തൊക്കെ എടുക്കരുതെന്നാണ് അവൻ പറഞ്ഞത്? ഉത്തരം യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ എടുക്കരുതെന്നാണ് അവൻ പറഞ്ഞത്. എന്ത് ഉണ്ടായിരിക്കരുത് എന്നാണ് അവരോട് അവൻ പറഞ്ഞത്? ഉത്തരം 2 ഉടുപ്പ്. എവിടെ താമസിക്കുക എന്നാണ് അവരോട് അവൻ പറഞ്ഞത്? നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ. നിങ്ങളെ സ്വീകരിക്കാത്തവരുടെ പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ എന്തു ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർക്കെതിരെ സാക്ഷ്യത്തിനായി എന്ത് ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് എന്താണ് ചെയ്തത്? ഉത്തരം ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തത് ആരാണ്? ഉത്തരം 12 പേർ. 7 മുതൽ 9 വരെയുള്ള ശീർഷകം എന്താണ്? ഉത്തരം ഹെറോദേസിന്റെ ഉത്കണ്ഠ. സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തനായത് ആരാണ്? ഉത്തരം ഹെറോദേസ്. യോഹന്നാനെ ശിരച്ഛേദം ചെയ്തത് ആരാണ്? ഉത്തരം ഹെറോദേസ്. അവനെ കാണാൻ ആരാണ് ആഗ്രഹിച്ചത്? ഉത്തരം ഹെറോദേസ്. ലൂക്ക 9-ലെ 3-ാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം അപ്പം വർദ്ധിപ്പിക്കുന്നു. 9-ാമത്തെ അധ്യായത്തിലെ ഏത് സംഭവമാണ് 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നത്? ഉത്തരം അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ മടങ്ങിവന്ന് യേശുവിനെ എന്താണ് അറിയിച്ചത്? ഉത്തരം ഞങ്ങൾ ചെയ്തതെല്ലാം. മടങ്ങിവന്ന അപ്പസ്തോലന്മാരെ യേശു എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്? ബെത്സ്മയ എന്ന പട്ടണത്തിലേക്കാണ്. ബെത്സയ്യയിൽ വെച്ച് അവൻ എന്താണ് ചെയ്തത്? ഉത്തരം ദൈവരാജ്യത്തെപ്പറ്റി ജനങ്ങളോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ ആരെയാണ് സുഖപ്പെടുത്തിയത്? ഉത്തരം രോഗശാന്തി ആവശ്യം ആയിരുന്നവരെ. 12 പേരും അവൻ്റെ അടുത്ത് വന്നതെപ്പോൾ? ഉത്തരം പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ. നാം വിജനസ്ഥലത്തായതുകൊണ്ട് ജനങ്ങളെ ഭക്ഷണം വാങ്ങാൻ പറഞ്ഞയക്കുക എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു എന്താണ് പ്രതിവചിച്ചത്? നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടെന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം 5 അപ്പവും 2 മത്സ്യവും. അവിടെ ഏകദേശം എത്ര പേർ ഉണ്ടായിരുന്നു? ഉത്തരം 5000 പുരുഷന്മാർ. ജനങ്ങളെ എത്ര പന്തികളായാണ് ഇരുത്തിയത്? ഉത്തരം 50 വീതം പന്തികൾ. സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച അപ്പം വിളമ്പാൻ ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം ശിഷ്യന്മാരെ. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ ബാക്കി വന്ന കഷണങ്ങൾ എത്ര കുട്ടൻ നിറയാണ് ശേഖരിച്ചത്? ഉത്തരം 12 കുട്ടൻ നിറയെ. ലൂക്ക 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം.
ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ഉത്തരം: ശിഷ്യന്മാർ. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഇത് ആരാരോട് ചോദിക്കുന്നതാണ്? ഉത്തരം: യേശു ശിഷ്യന്മാരോട്. അവർ എന്താണ് മറുപടി പറഞ്ഞത്? ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: പത്രോസ്. പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനവും ലൂക്കാ 9 എത്രാമത്തെ ശീർഷകം ആണ്? ഉത്തരം: 5-ാമത്തെ ശീർഷകം. ആരോടും പറയരുതെന്ന് യേശു കർശനമായി വിലക്കിയിരിക്കുന്നതെന്ത്? ഉത്തരം: താൻ ദൈവപുത്രനാണെന്ന കാര്യം. മനുഷ്യപുത്രൻ ആരാലാണ് തിരസ്കരിക്കപ്പെടുന്നത്? ഉത്തരം: ജനപ്രമാണികൾ, പുരോഹിത പ്രഭുക്കന്മാർ, നിയമജ്ഞർ എന്നിവരാൽ. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് പരിത്യജിക്കേണ്ടത്? ഉത്തരം: തന്നെത്തന്നെ. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് അനുദിനം വഹിക്കേണ്ടത്? ഉത്തരം: തൻ്റെ കുരിശ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവന് എന്ത് സംഭവിക്കും? ഉത്തരം: അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവന് എന്ത് സംഭവിക്കും? ഉത്തരം: അവൻ അതിനെ രക്ഷിക്കും. തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രൻ ആരെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത്? ഉത്തരം: എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെക്കുറിച്ച്. ലൂക്കാ 1:6 തലക്കെട്ട് എന്താണ്? ഉത്തരം: യേശു രൂപാന്തരപ്പെടുന്നു. യേശു പ്രാർത്ഥിക്കാനായി മലയിലേക്ക് കയറിപ്പോയത് എപ്പോൾ? ഉത്തരം: പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനത്തിന് ശേഷം 8 ദിവസങ്ങൾ കഴിഞ്ഞ്. അവൻ്റെ മുഖഭാവം മാറിയത് എപ്പോൾ? ഉത്തരം: പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. വസ്ത്രത്തിന് എന്ത് സംഭവിച്ചു? ഉത്തരം: വെണ്മയോടെ ശോഭിച്ചു. മലയിൽ വച്ച് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം: മോശയും ഏലിയായും. നിദ്രാവിഷ്ടരായിരുന്നിട്ടും ഉണർന്നിരുന്നവർ ആരെല്ലാം? ഉത്തരം: പത്രോസും കൂടെയുള്ളവരും. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. ആരെല്ലാം? ഉത്തരം: പത്രോസും കൂടെയുള്ളവരും. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി എന്ന ഭാഗം എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം: 7-ാമത്തെ ശീർഷകം. പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആരാണ് അവൻ്റെ അടുത്ത് വന്നത്? ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഗുരോ, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ്റെ ഏക മകനെ പിടികൂടുന്നത് എന്താണ്? ഉത്തരം: ഒരു അശുദ്ധാത്മാവ്. അശുദ്ധാത്മാവ് അവനെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്? നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ആരോടാണ് അവൻ അപേക്ഷിച്ചത്? ഉത്തരം: യേശുവിൻ്റെ ശിഷ്യരോട്. എന്നാൽ അവർക്ക് സാധിച്ചില്ല. ആർക്ക് എന്ത് സാധിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്? ഉത്തരം: ശിഷ്യർക്ക് അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ സാധിച്ചില്ല. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ എന്ന് യേശു ആരെയാണ് വിളിച്ചത്? ഉത്തരം: ശിഷ്യന്മാരെ. യേശു എത്ര ചോദ്യങ്ങളാണ് 9-ാം അധ്യായം 41-ാം വാക്യത്തിൽ ശിഷ്യരോട് ചോദിക്കുന്നത്? ഉത്തരം: 2 ചോദ്യങ്ങൾ. നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: പിശാച് ബാധിച്ച ബാലൻ്റെ പിതാവിനോട്. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ എന്ത് ചെയ്തു? ഉത്തരം: അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ എന്തു ചെയ്തു? ഉത്തരം: ശാസിച്ചു. കുട്ടിയെ സുഖപ്പെടുത്തി ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം: പിതാവിനെ. എല്ലാവരും എന്തിനെക്കുറിച്ചാണ് അത്ഭുതപ്പെട്ടത്? ഉത്തരം: ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്. യേശു രൂപാന്തരപ്പെട്ട് ഉടൻ ചെയ്ത അത്ഭുതം ഏത്? ഉത്തരം: പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയത്. ലൂക്കാ 9:8 ശീർഷകം എന്ത്? ഉത്തരം: പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2-ാം പ്രവചനം. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും എന്ത് ചെയ്തു? ഉത്തരം: വിസ്മയിച്ചു. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് ആരോടാണ് യേശു പറഞ്ഞത്? ഉത്തരം: ശിഷ്യരോട്. മനുഷ്യപുത്രൻ ആരുടെ കൈകളിൽ ആണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്? ഉത്തരം: മനുഷ്യരുടെ കയ്യിൽ. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം
അത്ര നിഗൂഢമായിരുന്നത് ഏതു വചനം ആണ്? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ ഭയപ്പെട്ടത് ആര്? ഉത്തരം: ശിഷ്യന്മാർ. ആരാണ് വലിയവൻ? എത്രാമത്തെ തലക്കെട്ടാണ്? ഉത്തരം: 9-ാമത്തേത്. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2-ാം പ്രവചനം കഴിഞ്ഞ് ശിഷ്യന്മാർ തർക്കിച്ചത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ് യേശു ആരെയാണ് അടുത്തു നിർത്തിയത്? ഉത്തരം: ഒരു ശിശുവിനെ. എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇത് എത്രാമത്തെ വാക്യം ആണ്? ഉത്തരം: 9-ാം അധ്യായത്തിലെ 48-ാം വാക്യം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണ്? ഉത്തരം: നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരാണ്? ഉത്തരം: നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ ശീർഷകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം: നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: യോഹന്നാൻ. അവനെ അവർ തടഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: അവൻ യേശുവിനെ അനുഗമിക്കാത്തത് കൊണ്ട്. യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: അവനെ തടയണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. സമരിയാക്കാരുടെ തിരസ്കാരം എത്രാമത്തെ ശീർഷകം ആണ്? ഉത്തരം: 11-ാമത്തെ ശീർഷകം. അവർ എന്തിനാണ് സമരിയാക്കാരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചത്? ഉത്തരം: അവനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ. ആരോഹണം എന്ന പദം എന്തിനെ കുറിക്കുന്നു? യേശുവിൻ്റെ കുരിശുമരണം, ഉയർപ്പ്, സ്വർഗ്ഗാരോഹണം എന്നതിനെ കുറിക്കുന്നു. അവൻ തനിക്ക് മുമ്പേ ആരെയാണ് അയച്ചത്? ഉത്തരം: ഏതാനും ദൂതന്മാരെ അയച്ചു. ചോദ്യം 92. അവർ എവിടെയാണ് പ്രവേശിച്ചത്? ഉത്തരം: സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ. ചോദ്യം 93. സമരിയാക്കാർ എന്തുകൊണ്ടാണ് അവനെ സ്വീകരിക്കാതിരുന്നത്? ഉത്തരം: അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. ചോദ്യം 94. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും എന്താണ് പറഞ്ഞത്? ഉത്തരം: കർത്താവേ, സ്വർഗ്ഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞാൻ പറയട്ടെയോ? ചോദ്യം 95. ഇത് കേട്ട യേശു എന്തു ചെയ്തു? ഉത്തരം: അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. 96-ാമത്തെ ചോദ്യം. അവർ അവിടെ നിന്നും എങ്ങോട്ട് പോയി? ഉത്തരം: മറ്റൊരു ഗ്രാമത്തിലേക്ക്. 12-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം: ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ. 9-ാം അധ്യായത്തിലെ അവസാന ശീർഷകം ഏതാണ്? ഉത്തരം: ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം: നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞു. 100-ാമത്തെ ചോദ്യം. അവൻ വേറൊരുവനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുക എന്ന് അവൻ പറഞ്ഞവൻ എന്തു മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം: കർത്താവേ, ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. ആര് തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മരിച്ചവർ. ആരോടാണ് ദൈവരാജ്യം പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടത്? ഉത്തരം: കർത്താവേ, ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് ആവശ്യപ്പെട്ടവനോട്. മറ്റൊരുവൻ എന്താണ് പറഞ്ഞത്? ഉത്തരം: കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട പറയാൻ എന്നെ അനുവദിക്കണം. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടവനോട് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യനല്ല. 9-ാം അധ്യായം 62-ാം വാക്യം പ്രകാരം ആരാണ് സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യരല്ലാത്തത്? ഉത്തരം: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും. ഇതുവരെ നമ്മൾ കണ്ടത് ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഇനി നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് കടക്കാം.
വിശുദ്ധ ലൂക്ക 10-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളും ഉണ്ട്? ഉത്തരം: ആകെ 42 വാക്യങ്ങളും 6 ശീർഷകങ്ങളും ഉണ്ട്. വിശുദ്ധ ലൂക്ക 10-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്താണ്? ഉത്തരം: 72 പേരെ അയക്കുന്നു. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് എവിടേക്കാണ് അയച്ചത്? ഉത്തരം: താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും. അവരെ കർത്താവ് എങ്ങനെയാണ് അയച്ചത്? ഉത്തരം: ഈ 2 പേരായി. ആരിൽ നിന്ന് ആണ് ഈ 2 പേരെ തനിക്ക് മുമ്പായി അയച്ചത്? ഉത്തരം: അനന്തരം കർത്താവ് തിരഞ്ഞെടുത്ത 72 പേരിൽ നിന്നും. അനന്തരം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 57-ാം വാക്യത്തിലെ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെപ്പറ്റി. 10-ാം അധ്യായം 2-ാം വാക്യം പ്രകാരം എന്താണ് വളരെയുള്ളത്? ഉത്തരം: കൊയ്ത്ത്. 10-ാം അധ്യായം 2-ാം വാക്യം പ്രകാരം എന്താണ് ചുരുക്കം? ഉത്തരം: വേലക്കാർ. അതിനാൽ കൊയ്ത്തിന്റെ നാഥനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഞാൻ നിങ്ങളെ ആരുടെ ഇടയിലേക്ക് ആരെപ്പോലെ എന്നയക്കുന്നു എന്നാണ് 72 പേരോട് യേശു പറഞ്ഞത്? ഉത്തരം: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 4-ാം വാക്യപ്രകാരം നിങ്ങൾ എന്തു കൊണ്ടുപോകരുതെന്നാണ് അവൻ പറഞ്ഞത്? ഉത്തരം: മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് എന്തു ചെയ്യരുതെന്നാണ് അവൻ അയക്കപ്പെട്ടവരോട് പറഞ്ഞത്? ഉത്തരം: ഈ വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്താശംസിക്കണം? ഉത്തരം: ഈ വീടിന് സമാധാനം എന്നാശംസിക്കണം. നിങ്ങളുടെ സമാധാനം ആരിൽ കുടികൊള്ളും? ഉത്തരം: സമാധാനത്തിന്റെ പുത്രനിൽ. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ആരില്ലെങ്കിൽ? ഉത്തരം: സമാധാനത്തിന്റെ പുത്രൻ. സമാധാനത്തിന്റെ പുത്രൻ ആ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആശംസിച്ച സമാധാനം ആരിലേക്ക് തിരിച്ചു പോരും? ഉത്തരം: നിങ്ങളിലേക്ക്. ആരാണ് കൂലിക്ക് അർഹൻ? ഉത്തരം: വേലക്കാരൻ. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. ആരുടെ വീട്ടിൽ? ഉത്തരം: നിങ്ങൾ പ്രവേശിച്ച വീട്ടിൽ. നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് 7-ാം വാക്യത്തിൽ അവസാനത്തിൽ പറയുന്നത്? നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. നിങ്ങൾ എന്താണ് ഭക്ഷിക്കേണ്ടത്? ഉത്തരം: നിങ്ങൾക്ക് വിളമ്പുന്നത്. നിങ്ങൾക്ക് ആര് വിളമ്പുന്നതാണ് നിങ്ങൾക്ക് ഭക്ഷിക്കേണ്ടത്? ഉത്തരം: നിങ്ങളെ സ്വീകരിക്കുന്ന നഗരവാസികൾ വിളമ്പുന്നത്. എന്ത് നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്നാണ് അവരോട് പറയേണ്ടത്? ഉത്തരം: ദൈവരാജ്യം. എവിടെയുള്ള രോഗികളെയാണ് സുഖപ്പെടുത്തേണ്ടത്? ഉത്തരം: നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലെ രോഗികളെ. നിങ്ങളെ സ്വീകരിക്കാത്തവരുടെ നഗരത്തിൽ തെരുവിലിറങ്ങി നിന്ന് എന്താണ് പറയേണ്ടത്? ഉത്തരം: നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കടയിലെ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. 10-ാം അധ്യായം 12-ാം വാക്യം പ്രകാരം യേശു എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം: ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതേക്കാൾ സഹനീയം ആയിരിക്കും. ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഏതു നഗരത്തിൻ്റെതേക്കാൾ സഹനീയമായിരിക്കും? ഉത്തരം: ശിഷ്യരെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെതേക്കാൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതേക്കാൾ സഹനീയമായിരിക്കും. ഏത് ദിവസം? ദൈവരാജ്യം സമീപിക്കുന്ന ദിവസം. 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ 22 പേർക്ക് പകരം എത്ര പേരെ തിരഞ്ഞെടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: 70 പേരെ. അനുദപിക്കാത്ത നഗരങ്ങൾ 10-ാം അധ്യായത്തിന്റെ എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം: 2-ാമത്തെ ശീർഷകം. അനുദപിക്കാത്ത നഗരങ്ങൾ എന്ന ശീർഷകത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഏതു മുതൽ ഏതുവരെ? ഉത്തരം: 13 മുതൽ 16 വരെ 4 വാക്യങ്ങൾ. 13-ാം വാക്യത്തിൽ ആർക്കൊക്കെ ദുരിതം എന്നാണ് പറയുന്നത്? ഉത്തരം: കൊറീസിനും ബേത്ത്സയിക്കും. കൊറീസിനിലും ബേത്ത്സയിലും നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? ഉത്തരം: ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. കൊറീസിനിലും ബേത്ത്സയിലും നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നുവെങ്കിൽ എന്നാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം: ടയറിലും സീദോനിലും. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോനിന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ആരുടേതിനേക്കാൾ? ഉത്തരം: കൊറീസിന്റെയും ബേത്ത്സയിയുടെയും. ആകാശത്തോളം ഉയർത്തപ്പെട്ടത് ആര്? ഉത്തരം: കഫർനാം. നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ആര്?
ഉത്തരം കഫർനാം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. ആരുടെ വാക്കുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം നിങ്ങളുടെ വാക്കുകൾ എന്നുള്ളത് 72 ശിഷ്യന്മാരുടെ വാക്കുകളെയും എൻ്റെ വാക്കുകൾ എന്നുള്ളത് യേശുവിൻ്റെ വാക്കുകളെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 10-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം നിങ്ങളെ നിരസിക്കുന്നവൻ ആരെയാണ് നിരസിക്കുന്നത്? ഉത്തരം യേശുവിനെ. എന്നെ നിരസിക്കുന്നവൻ ആരെയാണ് നിരസിക്കുന്നത്? ഉത്തരം എന്നെ അയച്ചവനെ. 10-ാം അധ്യായം 16-ാം വാക്യം ഉദ്ധരിക്കുക. ഉത്തരം നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. നിങ്ങൾ എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം അയക്കപ്പെട്ട 72 പേരെ. അനുദപിക്കാത്ത നഗരങ്ങൾ കഴിഞ്ഞുള്ള ശീർഷകം ഏത്? ഉത്തരം 72 പേർ മടങ്ങിയെത്തുന്നു. 72 പേരും എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഉത്തരം സന്തോഷത്തോടെ. ആരാണ് സന്തോഷത്തോടെ തിരിച്ചു വന്നത്? ഉത്തരം 72 പേരും. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് എന്താണ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ആരുടെ നാമത്തിലാണ് പിശാചുക്കൾ അയക്കപ്പെട്ട 72 പേർക്ക് കീഴ്പ്പെടുന്നത്? ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ. സാത്താൻ സ്വർഗത്തിൽ നിന്നും എങ്ങനെ നിബദിക്കുന്നതാണ് താൻ കണ്ടെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ഇടിമിന്നൽ പോലെ. ആരാണ് ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്നും നിബദിച്ചത്? ഉത്തരം സാത്താൻ. വിശുദ്ധ ലൂക്ക 10-ാം അധ്യായം 19-ാം വാക്യം അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ എന്തധികാരം നൽകിയിരിക്കുന്നു എന്നാണ് യേശു 72 പേരോട് പറഞ്ഞത്? ഉത്തരം ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ചോദ്യം 52. എന്തിൻ്റെ മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരമാണ് യേശു 72 പേർക്ക് നൽകിയത്? ഉത്തരം ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം. ചോദ്യം 53. എന്തിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നാണ് അവിടുന്ന് അവരോട് പറഞ്ഞത്? ഉത്തരം പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ. ചോദ്യം 54. മറിച്ച് എന്തിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് അവിടുന്ന് പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ചോദ്യം 55. 10-ാം അധ്യായത്തിലെ 4-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു. ചോദ്യം 56. യേശു പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് എന്താണ് ആദ്യം പറഞ്ഞത്? ഉത്തരം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവച്ചത് ആര്? ഉത്തരം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവച്ചത് ഇവ ആർക്കാണ് വെളിപ്പെടുത്തിയത്? ഉത്തരം ശിശുക്കൾക്ക്. എല്ലാ കാര്യങ്ങളും പിതാവ് ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? ഉത്തരം യേശുവിനെ. പുത്രൻ ആരെന്ന് ആരാണ് ഗ്രഹിക്കുന്നത്? ഉത്തരം പിതാവ്. പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് അവർ ദൈവത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ എന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്തത്. പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം യേശു. അങ്ങ് ഇവ ആരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും. പുത്രൻ എന്താണ് ഗ്രഹിക്കുന്നത്? ഉത്തരം പിതാവ് ആരാണെന്ന്. പുത്രൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ എന്താണ് ഗ്രഹിക്കുന്നത്? ഉത്തരം പിതാവ് ആരാണെന്ന്. ലൂക്ക 10-ാം അധ്യായം 21-22 സമാനമായ മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം മത്തായി 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക 10-ാം അധ്യായം 23-ാം വാക്യം അനുസരിച്ച് എന്താണ് ഭാഗ്യമുള്ളത്? ഉത്തരം നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ. ലൂക്ക 10-ാം അധ്യായം 24-25 സമാനമായ വചനഭാഗങ്ങൾ മറ്റേത് സുവിശേഷത്തിലാണ് ഉള്ളത്? ഉത്തരം മത്തായി 13-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ.
നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം: അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരെയും കുറിച്ച്. പിതാവ് ആരെന്ന് ആരൊക്കെയാണ് ഗ്രഹിക്കുന്നത്? ഉത്തരം: പുത്രനും. പുത്രൻ ആർക്ക് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ അവനും. പിതാവ് ആരെന്ന് ആരാണ് ഗ്രഹിക്കാത്തത്? ഉത്തരം: പുത്രൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർ. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി എന്താണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ കാണുന്നവ കണ്ണുകൾ ഭാഗ്യമുള്ളവ. അവൻ ശിഷ്യന്മാരോട് മാത്രമായി എങ്ങനെയാണ് പറഞ്ഞത്? ഉത്തരം: ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞാണ് പറഞ്ഞത്. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: കാരണം അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. 24-ാം വാക്യം പ്രകാരം നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചത് ആര്? ഉത്തരം: അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും. നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അനേകം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും കുറിച്ച്. നല്ല സമരിയാക്കാരന്റെ ഉപമ എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം: 5-ാമത്തെ ശീർഷകം. നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം: 13 വാക്യങ്ങൾ. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് ആര്? ഉത്തരം: ഒരു നിയമജ്ഞൻ. അവൻ എന്തിനുവേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചത്? ഉത്തരം: അവനെ പരീക്ഷിക്കാൻ. നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എന്തു വായിക്കുന്നു എന്ന് ചോദിച്ചത് ആര് ആരോട്? ഉത്തരം: യേശു തന്നെ പരീക്ഷിക്കാൻ ചോദ്യം ചോദിച്ച നിയമജ്ഞനോട്. അവൻ എന്ത് ഉത്തരം പറഞ്ഞു? ഉത്തരം: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെയും നിന്നെപ്പോലെയും. അവൻ എന്താണ് പ്രതിവചിച്ചത്? ഉത്തരം: നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: തന്നെ പരീക്ഷിക്കാൻ വന്ന നിയമജ്ഞനോട്. ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ നീ ജീവിക്കും എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: തന്നെ പരീക്ഷിക്കാൻ വന്ന നിയമജ്ഞനോട്. അവൻ എന്താണ് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം: ആരാണ് എൻ്റെ അയൽക്കാരൻ? എന്തുകൊണ്ടാണ് അവൻ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം: തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട്. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞന്റെ ചോദ്യത്തിന് യേശു മറുപടിയായി ഏത് ഉപമയാണ് പറഞ്ഞത്? ഉത്തരം: നല്ല സമരിയാക്കാരന്റെ ഉപമ. നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടത് ആര്? ഉത്തരം: ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോവുകയായിരുന്ന ഒരുവൻ. കവർച്ചക്കാർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ എന്ത് ചെയ്തു? ഉത്തരം: അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ആരാണ് ആദ്യം ആ വഴിയെ വന്നത്? ഉത്തരം: ഒരു പുരോഹിതൻ. പുരോഹിതൻ എന്ത് ചെയ്തു? ഉത്തരം: അവനെ കണ്ട് മറുവശത്തുകൂടി കടന്നുപോയി. അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഒരു ലേവായനെക്കുറിച്ച്. അവനെ കണ്ട് ആർക്കാണ് മനസ്സലിഞ്ഞത്? ഉത്തരം: ഒരു സമരിയാക്കാരന്. യാത്രാമധ്യേ അവന്റെ അടുത്തു വന്നത് ആര്? ഉത്തരം: ഒരു സമരിയാക്കാരൻ. അവനെ കണ്ട് മനസ്സലിഞ്ഞ് സമരിയാക്കാരൻ എന്ത് ചെയ്തു? ഉത്തരം: അവന്റെ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് അവനെ പരിചരിച്ചു. അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ എത്ര ദെനാറയാണ് കൊടുത്തത്? ഉത്തരം: 2 ദെനാറ. ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന് ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: നല്ല സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരനോട്. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ എപ്പോൾ തന്നുകൊള്ളാം എന്നാണ് സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരനോട് പറയുന്നത്? ഉത്തരം: താൻ തിരിച്ചു വരുമ്പോൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അവസാന ശീർഷകം ഏത്? ഉത്തരം: മർത്തായും മറിയവും. അവർ പോകുന്ന വഴി അവൻ എവിടെയാണ് പ്രവേശിച്ചത്? ഉത്തരം: ഒരു ഗ്രാമത്തിൽ.
അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര്? ഉത്തരം: മർത്ത എന്ന പേരുള്ള ഒരുവൾ. അവളുടെ സഹോദരിയുടെ പേര് എന്താണ്? ഉത്തരം: മറിയം. മറിയം എന്തു ചെയ്തു? ഉത്തരം: അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് എവിടെയാണ് ഇരുന്നത്? ഉത്തരം: അവന്റെ പാദത്തിങ്കൽ. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്ത ആയിരുന്നത് ആരാണ്? ഉത്തരം: മർത്ത. എന്നെ സഹായിക്കാൻ അവളോട് പറയുക. ഇത് മർത്ത ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം: മറിയത്തെക്കുറിച്ച്. കർത്താവ് മർത്തായോട് എന്താണ് ആദ്യം പറഞ്ഞത്? ഉത്തരം: മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയും ആയിരിക്കുന്നു. കർത്താവ് മർത്തായോട് പിന്നീട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം ചെയ്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ആരാണ് നല്ല ഭാഗം ചെയ്തത്? ഉത്തരം: മറിയം. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഏത്? ഉത്തരം: മറിയം ചെയ്ത നല്ല ഭാഗം. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 42-ന്റെ ആരംഭം ചില കൈയെഴുത്ത് പ്രതികളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ചുരുക്കം കാര്യങ്ങള് അഥവാ ഒന്നും മാത്രമേ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും മറക്കരുത്.